ഹായ് ഫ്രണ്ട്സ്, ഒട്ടും കുഴയാത്ത രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് നുറുക്കിയെടുക്കണം. ഒരു ചീനച്ചട്ടിയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് ചതച്ച വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഏകദേശം ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് നുറുക്കി വെച്ചിട്ടുള്ള വെണ്ടക്കായ ചേർത്ത് കൊടുക്കാം. കുറച്ച് കട്ടിയുള്ള പീസായിട്ടാണ് വെണ്ടക്കായ നുറുക്കിയിട്ടുള്ളത് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോവും. ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ വെണ്ടക്കായും ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ലോ ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. 2 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഇനി തുറന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതേ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, തുറന്നു വെച്ചിട്ട് തന്നെ വേവിക്കാം. ആ 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച സമയത്ത് തന്നെ വെണ്ടക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് മൊരിയിപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കുഴഞ്ഞ പോലെ തോന്നുമെങ്കിലും കുറച്ച് നേരത്തിന് ശേഷം ഇത് മൊരിഞ്ഞു വരുമ്പോൾ നല്ല ഡ്രൈ ആയി വരുന്നതാണ്. ഇതുപോലെ കുറേ നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 10-12 മിനിറ്റോളം ഞാൻ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി വയ്ക്കുമ്പോൾ ഇത് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിലുള്ള വെണ്ടയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയുമാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം നമുക്ക്. കണ്ടോ, എല്ലാ വെണ്ടയ്ക്ക കഷ്ണങ്ങളും വേറെ വേറെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.